സയൻസിൽ കുറച്ച് ടഫായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഫിസിക്സ് എന്ന് പറയുന്നത്. ഒരുപാട് കുട്ടികൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചേച്ചി ഫിസിക്സിൻ്റെ വീഡിയോ ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട്. അതായത് ഒരുപാട് കുട്ടികൾ പറഞ്ഞു എവിടെ നിന്ന് തുടങ്ങണം എന്നറിയില്ല, ഫിസിക്സ് എങ്ങനെ പഠിക്കണം എന്നറിയില്ല, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആദ്യം പഠിക്കണം, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് പഠിക്കണം, എങ്ങനെയൊക്കെ പഠിക്കണം, ഒരു ഐഡിയയും ഇല്ല എന്ന് പറഞ്ഞ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. നിങ്ങളൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, എക്സാംസിനൊക്കെ നല്ലൊരു മാർക്കോട് കൂടി പാസ്സായി ഒരു ടോപ്പർ ലെവൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. സോ ഇഫ് യു ലൈക്ക് മൈ വീഡിയോസ് പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫിസിക്സിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. 8th നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഫിസിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് പഠിച്ചു തുടങ്ങുന്നത്. പക്ഷേ 9th 10th വരുമ്പോഴത്തേനും ഇത് എന്താണ് സെപ്പറേറ്റ് ടെക്സ്റ്റ് ആയിട്ട് തന്നെ മാറി വരികയാണ്. ആദ്യമേ ഞാൻ നിങ്ങൾക്കൊരു വാർണിംഗ് തരാം. 10th വരെയുള്ളൊരു ഫിസിക്സ് അല്ല നമ്മൾ +1 +2 പഠിക്കുന്നത്. അതായത് 10th വരെ നമ്മൾ വലിയ ഡെഫിനിഷൻസും ചെറിയ ചെറിയ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും ഇക്വേഷൻസൊക്കെ പഠിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ പോകും. പക്ഷേ +1 +2 അല്ലെങ്കിൽ അതിന് ശേഷമുള്ള കോഴ്സുകളുടെ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഡെഫിനിഷൻസ് എന്ന് പറയുന്ന സാധനമേ വളരെ ചെറുതാണ്. അങ്ങനത്തെ ഒരു സംഭവം ഡെഫിനിഷനായിട്ട് നമുക്ക് പഠിക്കാനോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഫുൾ പഠിക്കാനുള്ളത് ഇക്വേഷൻസും അതുപോലെ തന്നെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസാണ്. ഒരു ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ അത് മൊത്തം ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഞാൻ പറഞ്ഞു വന്നത് 10th വരെയുള്ള ഫിസിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫിസിക്സ് തന്നെയാണ്. പക്ഷേ +1 +2 എന്ന് പറയുമ്പോൾ ഫിസിക്സ് അല്ല, നമ്മൾ മാത്സ് ആണ് പഠിക്കുന്നത്. ഫുൾ കാൽക്കുലേഷൻസും കാര്യങ്ങളും ഒക്കെയാണ് ചെയ്യുന്നത്. അതായത് ഫിസിക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് = മാത്സ് എന്ന് തന്നെ +1 +2 പറയാം. അപ്പോൾ +1 +2 സയൻസ് എടുക്കാനിരിക്കുന്നവരാണ്, എന്നാൽ ഇപ്പോഴേ ഫിസിക്സിനോടൊന്നും ഒരു താല്പര്യം, ഫിസിക്സ് മാത്രമല്ല മാത്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബയോളജി കെമിസ്ട്രി ഏതൊരു സബ്ജക്റ്റ് സയൻസ് സബ്ജക്റ്റ് തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോഴേ ഇതിനോടൊന്നും താല്പര്യം ഇല്ല. പക്ഷേ എനിക്ക് +1 +2 സയൻസ് എടുക്കണം എന്നാഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. എങ്കിലേ നിങ്ങൾക്ക് +1 +2 നല്ല മാർക്കോട് കൂടി ജയിക്കാൻ പറ്റുള്ളൂ. കാരണം അവിടെ പഠിക്കുന്നതിനെല്ലാം ഈ 10th 9th ഒക്കെ ബേസിക്സ് വരുന്നുണ്ട്. ഫിസിക്സ് മാത്രമല്ല ഏതൊരു സബ്ജക്റ്റ് എടുത്താലും അതിൻ്റെ കോൺസെപ്റ്റ് നല്ല മനസ്സിലാക്കി തന്നെ പഠിക്കുക. ആദ്യം തന്നെ കുറേ ഫോർമുലാസ് ഒക്കെ പഠിച്ചു വെക്കുന്നതിന് പകരം നിങ്ങൾ നിങ്ങളുടെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക. ഇത് എന്തുകൊണ്ടാണ് നടക്കുന്നത്, ഇത് എന്തിനാണ് നടക്കുന്നത്, എന്താണ് നടന്നത്, അതുപോലെ ഇത് നമ്മുടെ റിയൽ ലൈഫിൽ യൂസ് എന്താണ്, ലൈക്ക് വേർ ഡു വി യൂസ് ദിസ് ഇൻ റിയൽ ലൈഫ്. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ന്യൂട്ടൺസ് ലോ പഠിക്കാൻ വേണ്ടി പോവാണ്. അത് പഠിക്കുന്നതിന് മുന്നേ നിങ്ങൾ ഒരു മൂവിങ് ബസ്, അതായത് ഒരു ബസ് പോവാണ്, ഒരു KSRTC ബസ് ഓർ എനിത്തിങ്, ഒരു ബസ് പോവാണ് അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ, ഇതിൻ്റെയൊക്കെ മൂവ്മെൻറ്റ് നമ്മൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് ഈ ന്യൂട്ടൺസ് ലോ ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചു നോക്കുക. ഇത് മാത്രമല്ല ഇനി എന്തൊരു കോൺസെപ്റ്റ് വന്നാലും നമ്മൾ റിയൽ ലൈഫിലോട്ട് ഇത് കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഫിസിക്സ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഫോർമുലാസ് പഠിക്കാൻ പൊതുവെ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഒരു സിമ്പിളായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ഓരോ ഫോർമുലാസ് പഠിക്കുന്ന സമയത്ത് ഒരു 5 കാര്യങ്ങൾ എഴുതുക. ഈ 5 കാര്യങ്ങൾ എന്ന് പറയുമ്പം ഒന്നാമത്തത് നമ്മുടെ ഫോർമുലയാണ്. പിന്നെ ഒരു ഫോർമുല ആകുമ്പോഴത്തേനും അതിൽ പല ടൈപ്പ് ഓഫ് സൈനുകൾ കാണും. പോസിറ്റീവ് കാണും, നെഗറ്റീവ് കാണും. അപ്പം ഈ സൈനുകളുടെയൊക്കെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കുക, അത് എന്തുകൊണ്ടാണ് വരുന്നതെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ യൂണിറ്റ് പഠിക്കുക. അതിനുശേഷം SI യൂണിറ്റ് ഓഫ് ആൻസറിനൊരു SI യൂണിറ്റ് കാണും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്നത് ആക്സിലറേഷൻ ആണ്. നമ്മുടെ ഫൈനൽ ആൻസർ നമുക്ക് ആക്സിലറേഷൻ ആണ് കിട്ടുന്നതെങ്കിൽ ആ ആക്സിലറേഷൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് m/s² ആണ്. അപ്പം ഇതില്ലാതെ നമുക്കൊരു ഫോർമുല പഠിക്കാൻ വേണ്ടി പറ്റില്ല. അതിനുശേഷം ഇതിൻ്റെ റിയൽ ലൈഫിൽ യൂസ്. ഫിസിക്സ് എപ്പോൾ പഠിച്ചാലും റിയൽ ലൈഫായിട്ട് കണക്ട് ചെയ്യുക. വേറെ ഏതൊരു സബ്ജക്റ്റിനെയും കാട്ടി റിയൽ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത്, കണക്ട് ചെയ്ത് പഠിക്കുന്നത്, റിയൽ ലൈഫിൽ നിന്നുള്ള കാര്യങ്ങൾ എടുത്ത് പഠിക്കുന്നത് ഫിസിക്സ് ആണ്. അതുകൊണ്ട് ഓരോ കാര്യങ്ങളും വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഫിസിക്സിൽ റിയൽ ലൈഫ് അല്ലെങ്കിൽ ഡെയിലി ലൈഫിലോട്ട് നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കണം. അണ്ടർസ്റ്റാൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. അതായത് എല്ലാ ഇക്വേഷനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റിലേഷൻഷിപ്പ് കാണും. ഫോർ എക്സാമ്പിൾ F = ma ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. F = മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഇവിടെ മാസ് കൂടുമ്പോൾ ഫോഴ്സും കൂടും. അതുപോലെ തന്നെയാണ് ആക്സിലറേഷൻ കൂടിയാലും ഫോഴ്സ് കൂടും. അടുത്തൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓംസ് ലോ എന്ന് പറയുന്നത് V = IR ആണ്. ഇവിടെ റെസിസ്റ്റൻറ്റുമുണ്ട് കറണ്ടുമുണ്ട്. ഈ റെസിസ്റ്റൻറ്റ് കൂടുമ്പോൾ കറണ്ട് കുറയും. V കോൺസ്റ്റൻ്റ് ആണെങ്കിൽ മാത്രമേ ഇത് സംഭവിക്കത്തുള്ളൂ. അതായത് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഓരോ ഇക്വേഷൻസിനും റിലേഷൻഷിപ്സ് ഉണ്ട്. ഇത് നിങ്ങൾ നല്ലതായിട്ട് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ എക്സാംസ് വളരെ ഈസി ആവും.
ഡയഗ്രാംസ് നമുക്ക് എവിടെയൊക്കെ വരയ്ക്കാൻ പറ്റും അവിടെയൊക്കെ നമ്മൾ ഡയഗ്രാംസ് വരയ്ക്കണം. ഫിസിക്സ് നമ്മൾ ഡയഗ്രാംസ് വരച്ച് പഠിക്കുന്ന സമയത്ത് ഭയങ്കര എളുപ്പമായിട്ട് മാറുകയാണ്. ബിക്കോസ് നമ്മൾ കാണുന്നത് വിഷ്വലി ആണല്ലോ, അതൊരു വിഷ്വൽ മെമ്മറിയാണ്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ അത് പെട്ടെന്ന് മെമ്മറൈസ് ചെയ്തെടുക്കും. നമ്മുടെ മെമ്മറിയിൽ ഒരുപാട് നേരം, നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് നേരം ആ ഒരു ടോപ്പിക്ക് നമ്മുടെ മനസ്സിൽ ഒരുപാട് നേരം കാണും. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് വിഷ്വലി അതൊന്ന് വരച്ച് ഡയഗ്രാംസ്, അതായത് റേസ് നമുക്ക് വരയ്ക്കാനുണ്ട്, സർക്യൂട്ട്സ് വരയ്ക്കാനുണ്ട്, അതുപോലെ ഗ്രാഫുകൾ, മോഷൻ ഗ്രാഫ്സ് ഒക്കെ നമുക്ക് വരയ്ക്കാനുണ്ട്. അപ്പം ഈ ഗ്രാഫും ഈ സർക്യൂട്ട്സും റേസും ഒക്കെ നമ്മൾ വരച്ച് പഠിക്കുക. അതുപോലെ തന്നെ എക്സാമിന് നമ്മളിത് പറ്റുകയാണെങ്കിൽ വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഇത് ഒരുപാട് നേരം നിൽക്കും, നമ്മൾ ഒരിക്കലും ഇത് മറന്നുപോയില്ല. എല്ലാ ദിവസവും ന്യൂമറിക്കൽ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുക. റീഡിങ് ഈസ് ഗുഡ്, പക്ഷേ ഈ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വായിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പരീക്ഷ ഹാളിൽ ചെല്ലുമ്പോൾ എന്താണെന്ന് ഒരു ഓർമ്മയും കാണില്ല. അതുകൊണ്ട് നമ്മൾ വീട്ടിലിരുന്ന് നന്നായിട്ട് ന്യൂമറിക്കൽ പ്രോബ്ലംസ് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം. ഇത് പ്രാക്ടീസ് ചെയ്യേണ്ട രീതി, ഫസ്റ്റ് നമ്മൾ ഈസി ക്വസ്റ്റ്യൻ ചെയ്യുക, അതിനുശേഷം ഒരു മീഡിയം ലെവലിലോട്ട് പോയിട്ട് പിന്നെ നല്ല ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഒരു ദിവസം ഒരു 5 to 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്താൽ നമ്മുടെ സ്പീഡും അക്യൂറസിയും ഇമ്പ്രൂവ് ആകും. സോ നമുക്ക് എക്സാംസ് നന്നായിട്ട് എഴുതാനും അതുപോലെ നമ്മൾ നന്നായിട്ട് സ്കോർ ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വെറുതെ ഇങ്ങനെ ചെയ്തു പോയാൽ മാത്രം പോരാ, ഇതിന് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഒരു ഓർഡർ ഉണ്ട്. അതായത് ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ഗിവൺ ഡാറ്റാസ് അവിടെ പല ഡിഫറെൻറ്റ് ഡാറ്റാസ് അവിടെ തന്നിട്ടുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ 5 കിലോമീറ്റർ സ്പീഡാണ്, ഇത്ര ആക്സിലറേഷൻ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ തരുകയാണെങ്കിൽ ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് നമ്മൾ ആൻസർ ഷീറ്റിലോട്ട് എടുത്തെഴുതുക. അതിനുശേഷം ഈ ഒരു ക്വസ്റ്റ്യന് ഏറ്റവും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ഫോർമുല നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ആ ഫോർമുല നമ്മൾ തപ്പിപ്പിടിച്ചെടുത്ത് അവിടെ നമ്മളത് ആൻസർ ഷീറ്റിൽ എഴുതുക. അതിനുശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദെൻ കാൽക്കുലേറ്റ് ചെയ്യുക, യൂണിറ്റ് കണ്ടുപിടിക്കുക, ദെൻ നമ്മുടെ ഫൈനൽ ആൻസറിന് SI യൂണിറ്റ് ഇട്ട് കൊടുക്കാൻ ഒരിക്കലും മറക്കരുത്. ഈവൻ നിങ്ങൾ ഫൈനൽ ആൻസർ തെറ്റാണെങ്കിൽ പോലും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു, ഫോർമുല ഇട്ട് കൊടുത്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ഹാഫ് മാർക്സ് എങ്കിലും കിട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ്. 10th വരെ എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് പൊക്കേണ്ടിരുന്നത് യൂണിറ്റ്സിലും കൺവേർഷൻസിലുമാണ്. നിങ്ങൾ ആദ്യം തന്നെ ഫിസിക്സിൻ്റെ ബേസിക്സ് പഠിക്കുന്ന ഒരാളാണെങ്കിൽ യൂണിറ്റ്സും കൺവേർഷൻസും മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. ഒരുപാട് സ്റ്റുഡൻസിന് മാർക്ക് പോകുന്നത് ഈ ഒരു ഏരിയയിലാണ്. അതായത് നിങ്ങൾ കിലോമീറ്ററിനെ മീറ്റർ ആക്കാൻ പഠിച്ചിരിക്കണം, സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കാനും, ഗ്രാമിനെ കിലോഗ്രാം ആക്കാൻ, ഹവറിനെ സെക്കൻഡ് ആക്കാൻ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. കാരണം ഇത് വച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ്, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഈ കാര്യങ്ങൾ വെച്ചിട്ട് ചോദിക്കും. ഇത് നിങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഡയറക്റ്റായിട്ട് ഇപ്പോൾ സെക്കൻഡിലാണ് ഒരു ക്വസ്റ്റ്യന് സോൾവ് ചെയ്യാനുള്ളതെങ്കിൽ അവർ സെക്കൻഡിൽ തരാതെ നിങ്ങൾ ഹാറിൽ തരും. കാരണം നിങ്ങൾക്ക് അത് മനസ്സിലാക്കി അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അറിയാമോ എന്ന് അവർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൺവേർഷൻ അറിയാമോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഹാറിൽ തരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും, പക്ഷേ ഹാറിലായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ലാസ്റ്റ് ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് ലാസ്റ്റ് ഫൈനൽ ആൻസർ കിട്ടിയിട്ട് അതിൻ്റെ SI യൂണിറ്റ് അല്ലെങ്കിൽ യൂണിറ്റ് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങളത് അവിടെ വെച്ച് നിർത്തിയിട്ട് പോയില്ലേ. ആ ഒരു സംഭവം നിങ്ങൾക്ക് യൂണിറ്റ് മാത്രമാണ് ഓർമ്മയില്ലാത്തതെങ്കിൽ, ഇപ്പം ന്യൂട്ടൺ ആണെന്ന് നിങ്ങൾക്കറിയാം, പക്ഷേ ന്യൂട്ടൻ്റെ യൂണിറ്റ് എന്താണ് എന്നറിയില്ല. ന്യൂട്ടൻ്റെ യൂണിറ്റ് N ആണ്, പക്ഷേ അത് അറിയില്ലെങ്കിൽ നിങ്ങൾ ന്യൂട്ടൺ എന്നെങ്കിലും എഴുതി വെക്കണം. അതുപോലെ തന്നെ ഹീറ്റിൻ്റെത് ജൂള്, പിന്നെ വോൾട്ട്, പാസ്കൽ, വാട്ട് എന്നൊക്കെയുള്ള ഈ കാര്യങ്ങൾ ഇതിൻ്റെയൊക്കെ കറക്റ്റ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പാസ്കൽ ആണെങ്കിൽ PA ആണ്, ആ PA ആണ് എന്ന് നിങ്ങൾക്ക് ഓർമ്മ കിട്ടുന്നില്ല, ഏതായിരിക്കും യൂണിറ്റ് എന്ന് നിങ്ങൾക്ക് ഓർമ്മ കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ആ പേര് എങ്കിലും നിങ്ങൾ എഴുതി വെക്കണം. അതുപോലെ നിങ്ങൾ വ്യക്തമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. ഐ മീൻ ന്യൂട്ടൺ, ജൂൾ, വാട്ട്, വോൾട്ട്, പാസ്കൽ ഇതൊക്കെ എന്താണ്, ഇതിൻ്റെ യൂണിറ്റ്സ് ഒക്കെ എന്താണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. ബിക്കോസ് നിങ്ങൾക്ക് 9th-ലും 10th-ലും വരുമ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസും ഈ ഭാഗങ്ങളിൽ നിന്നാണ്. സയൻസിൻ്റെയും മാത്സിൻ്റെയും വീഡിയോയിൽ ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞൊരു കാര്യമാണ് ഫോർമുല ബുക്ക് ഉണ്ടാക്കുക എന്നുള്ളത്. ഈ വീഡിയോയിൽ, ഫിസിക്സിൻ്റെ വീഡിയോയിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഫോർമുല ബുക്ക് മസ്റ്റാണ്. ഏറ്റവും കൂടുതൽ മസ്റ്റായിട്ടുള്ളത് മാത്സിനും ഫിസിക്സിനുമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഫിസിക്സിനെ കുറിച്ച് സംസാരിക്കുന്നു. അതിൽ ഫോർമുല ബുക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഫോർമുല ബുക്കിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് ഒരുപാട് കുട്ടികൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഫോർമുല ബുക്കിൽ നമ്മൾ ഫോർമുലാസ് ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ തന്നെ യൂണിറ്റുകൾ ഉണ്ടല്ലോ, ഓരോന്നിൻ്റെ യൂണിറ്റ് എന്താണെന്ന് നിങ്ങൾ വ്യക്തമായിട്ട്
വ്യക്തമായിട്ട് എഴുതിയിരിക്കണം. അതുപോലെ സിമ്പിളായിട്ട് കുറേ റിപ്പീറ്റഡ് ആയിട്ട് PVSUR ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കുമ്പം റിപ്പീറ്റഡ് ആയിട്ട് ചില ഡയഗ്രംസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡയഗ്രംസ് നമ്മൾ ഈ ഫോർമുല ബുക്കിൽ വരയ്ക്കുക. അതുപോലെ അതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, ഒരു ബ്രീഫായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അതിനുശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റുകൾ കാണില്ലേ, അത് നമ്മൾ എഴുതി വെക്കുക. ഇത് നമ്മൾ ഒരു 5 മിനിറ്റെങ്കിലും ഡെയിലി ഒന്ന് റിവൈസ് ചെയ്യുക. 5 മിനിറ്റോ 10 മിനിറ്റോ നിങ്ങളുടെ സൗകര്യം അനുസരിച്ചിട്ട് ഡെയിലി ഇതിനെക്കുറിച്ചിട്ട് ഈ ഒരു ബുക്ക് നമ്മൾ റിവൈസ് ചെയ്യുക. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ ഈ ഒരൊറ്റ ബുക്ക് മാത്രം വായിച്ചാൽ മതി, ഫുൾ മാർക്ക് ഉറപ്പാണ്. ഈച്ച് ആൻഡ് എവറി വീഡിയോസിൽ ഞാൻ പറയുന്ന ഒരു കാര്യമാണ് PYQ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾക്ക് PYQ വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10th-ൻ്റെയും 9th-ൻ്റെയും ഇക്വേഷൻസ് മലയാളം മീഡിയവും അല്ലാത്തതും ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ പ്ലീസ് ഡു ചെക്ക് ഇറ്റ്. PYQ ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. സോ ഡോണ്ട് മിസ് ഇറ്റ്. ആൻസർ ഷീറ്റ് കിട്ടുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ റോങ് ആണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെക്ക് ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ കോൺസെപ്റ്റിലാണോ മിസ്റ്റേക്ക്, ഫോർമുലയിലാണോ മിസ്റ്റേക്ക്, യൂണിറ്റിലാണോ മിസ്റ്റേക്ക്, കാൽക്കുലേഷനിലാണോ മിസ്റ്റേക്ക്. ഇതിൽ ഈ 4 കാര്യങ്ങളിൽ എവിടെയാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിയതെന്ന് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ സെയിം മിസ്റ്റേക്ക് അടുത്ത എക്സാമിനും റിപ്പീറ്റ് ചെയ്യും. സോ നിങ്ങൾക്ക് മാർക്കിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ മിസ്റ്റേക്കിൽ നിന്ന് വേണം പഠിക്കാൻ. അപ്പോൾ നിങ്ങളുടെ ഫാസ്റ്റസ്റ്റ് വേ ഓഫ് ഇംപ്രൂവിങ് എന്ന് പറയുന്നത് മിസ്റ്റേക്കുകളിൽ നിന്ന് ലേൺ ചെയ്യുന്നതാണ്. അപ്പം കറക്റ്റായിട്ട് മനസ്സിലാക്കി അത് തിരുത്തിയിട്ട് അടുത്ത എക്സാമിന് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റിയ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. A common tip which worked very well in my life and also എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ടീച്ച് സംവൺ. നിങ്ങളുടെ കസിനോ സിബ്ലിങ്ങോ അല്ലെങ്കിൽ ഒന്നും വേണ്ട, നിങ്ങളെ തന്നെ നോക്കിയിട്ട് മിററിൽ നോക്കിയിട്ട് നിങ്ങൾ എന്താണ് കോൺസെപ്റ്റ് എന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കോൺസെപ്റ്റ് നല്ല വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നിങ്ങൾ ടീച്ച് സംവൺ ചെയ്യുക, അതായത് ആരെങ്കിലും പഠിപ്പിക്കുക. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കോൺസ്റ്റൻസ് ഒക്കെ പഠിച്ചു വെക്കുക. അതായത് സ്പീഡ് ഓഫ് ലൈറ്റ് ഉണ്ടല്ലോ, സ്പീഡ് ഓഫ് ലൈറ്റ്, പിന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഇങ്ങനെ കുറച്ച് കോൺസ്റ്റൻറ്റുകളൊക്കെ ഉണ്ട്. ഈ കോൺസ്റ്റൻറ്റ് ഞാൻ കൂടുതലും പഠിക്കാൻ വേണ്ടി സജസ്റ്റ് ചെയ്യുന്നത് 9th ക്ലാസ്സുകാർക്കാണ്. അവർക്കാണ് ഇത് കൂടുതലും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഫിസിക്സിൻ്റെ ചാപ്റ്റേഴ്സിൽ ഈ സ്പീഡ് ഓഫ് ലൈറ്റിനെ കുറിച്ചിട്ടും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നിങ്ങനെ ഈ കാര്യങ്ങളെയൊക്കെ കുറിച്ചിട്ട് കോൺസ്റ്റൻറ്റുകളെ കുറിച്ചിട്ട് ക്വസ്റ്റ്യൻസ് റിലേറ്റ് ചെയ്ത് വരാറുണ്ട്. 10th വരാറുണ്ട്. പക്ഷെ കൂടുതലും വേണ്ടത് നമ്മുടെ 9th സ്റ്റുഡൻസിനാണ് ഞാൻ ഒരുപാട് സജസ്റ്റ് ചെയ്യാറ്. ദെൻ ഓൾസോ ഈ ക്വസ്റ്റ്യൻസ് നമ്മുടെ ചില ന്യൂമറിക്കൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടി വരാറുണ്ട്. ഒരുപാട് പോസിബിലിറ്റി ഇല്ല എങ്കിലും വേണ്ടി വരുന്നത് കൊണ്ട് നിങ്ങൾ ഈ കോൺസ്റ്റൻറ്റ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റൻറ്റ് നിങ്ങളുടെ ബുക്കിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ കോൺസ്റ്റൻറ്റുകൾ നിങ്ങൾ പഠിക്കണം. എക്സാമിന് പോയിരിക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ 2 2-ലധികമോ പ്രാവശ്യം നിങ്ങൾ നന്നായിട്ട് അത് മനസ്സിലാക്കി വായിക്കണം. എൻ്റെ SSLC വരെ എനിക്ക് പറ്റിയ ഒരു വലിയ മണ്ടത്തരമാണ് ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് വായിക്കും, എന്നിട്ട് പെട്ടെന്ന് തന്നെ ടെൻഷൻ അടിച്ച് ആൻസർ എഴുതും. നന്നായിട്ട് വായിക്കാത്തത് കൊണ്ട് എനിക്ക് ഫിസിക്സ് SSLC ബോർഡ് എഴുതുന്ന സമയത്തും ഒരു ക്വസ്റ്റ്യൻ എനിക്ക് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കാരണം അവർ ചോദിച്ചതൊരു കാര്യം, ഞാൻ ക്വസ്റ്റ്യൻ നേരെ വായിക്കാത്ത എഴുതിയത് അതുപോലെ റിലേറ്റ് ചെയ്ത വേറൊരു കാര്യം. അതായത് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരികയാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില വാക്കുകളാണ് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്. നിങ്ങൾ ആ ഒരു വാക്കുകൾ അണ്ടർലൈൻ ചെയ്തിടണം. കുറച്ച് വാക്കുകൾ ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ കാൽക്കുലേറ്റ്, ഫൈൻഡ്, എക്സ്പ്ലെയിൻ, സ്റ്റേറ്റ്, കോൺസ്റ്റൻറ്റ്, ദെൻ ഇനിഷ്യൽ, ഫൈനൽ, ഇങ്ങനെയൊക്കെ വരുന്ന ചില വാക്കുകൾ കാണാം. ഈ വാക്കുകൾ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യനും തെറ്റും ആൻസറും തെറ്റും, അടപടലം മാർക്കും പോകും. ബിക്കോസ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. എനിക്കിത് ഒരുപാട് വട്ടം വന്നിട്ടുണ്ട്. ഈവൻ എൻ്റെ SSLC ബോർഡ് എക്സാമിലും എനിക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. പിന്നെ ഇതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നിട്ട് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു ആൻസർ ആയിരിക്കും. പിന്നെ ഇതിനെക്കുറിച്ച് ആലോചിച്ചിരുന്ന് റിഗ്രറ്റ് അടിച്ചിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ഈ കാര്യം നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ട കാര്യം ക്വസ്റ്റ്യൻ ഒരു 3 വട്ടം വായിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്യുക. സയൻസ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് എപ്പോഴും ഒരു സയൻറ്റിസ്റ്റിനെ പോലെ തിങ്ക് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. ഫിസിക്സ് എനിക്ക് ലാസ്റ്റ് ടൈമിൽ ഇത്രയും ഇഷ്ടപ്പെടാൻ കാരണവും അത് തന്നെയായിരുന്നു. ഓരോ കാര്യങ്ങളും ഞാൻ ഒരുപാട് ചിന്തിക്കാൻ തുടങ്ങി. ഒരുപാട് അത് എന്തുകൊണ്ടാണ് വരുന്നത്, എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചപ്പം എനിക്ക് ഫിസിക്സിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് അങ്ങോട്ട് കൂടാൻ തുടങ്ങി. അപ്പോൾ ക്യൂരിയോസിറ്റി ഉണ്ടാകുന്ന സമയത്ത്, ഫിസിക്സിൽ ക്യൂരിയോസിറ്റി ഉണ്ടാവുകയാണെങ്കിൽ, ഫിസിക്സ് എന്നല്ല സയൻസിൽ നിങ്ങൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാവുകയാണെങ്കിൽ ഫിസിക്സ് ഭയങ്കര ഈസി ആവുകയും അതുപോലെ തന്നെ എൻജോയബിൾ ആവുകയും
ചെയ്യുകയും ചെയ്യുന്നു. സോ ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു ഗൈസ് ടു സ്റ്റഡി ആൻഡ് ക്രാക്ക് ദ വോൾ സിലബസ്. ഞാൻ ഈ പറഞ്ഞ ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഐ എം വെരി ഷുവർ നിങ്ങളുടെ ക്ലാസ്സിലെ ടോപ്പർ ലെവലെത്തും, അല്ലെങ്കിൽ ടോപ്പറിനെ കാട്ടി മുകളിൽ നിങ്ങൾ എത്തും. ഐ എം വെരി ഷുവർ. സോ ഈ ടിപ്സ് നിങ്ങൾ ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. സോ അത്ര തന്നെയാണ്. ടാറ്റാ.